നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചു, മംഗളൂരു ഇനി മൈസൂരിന്റെ ഭാഗം. എന്റെ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, മകളോ കുടുംബമോ തെറ്റായ ഒരു ഏർപ്പാടിൽ നിന്നിട്ടില്ല, പിണറായി. AI സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്താൻ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ ചിന്താ ജെറോം പ്രസിഡന്റ്, എം വിജയൻ സെക്രട്ടറി. ഡോക്ടർ MP പരമേശ്വരൻ കേരളീയ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തിയ മഹാനായ ദർശനികൻ MP ഗോവിന്ദൻ. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്ക് നാടിന്റെ സ്നേഹാദരം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചു, മംഗളൂരു ഇൻ മൈസൂരിന്റെ ഭാഗം. ദക്ഷിണ റെയിൽവേക്ക് കീഴിലെ പ്രധാന ഡിവിഷനായ പാലക്കാടിനെ റെയിൽവേ വെട്ടിമുറിച്ചു. ഉള്ളാൾ മുതൽ മംഗളൂരു പനമ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂർ ഡിവിഷൻ ചേർത്ത് ഉത്തരവിറക്കി. വരുന്ന ഒക്ടോബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. റെയിൽവേ വികസനത്തിൽ കേരളത്തെ തീർത്തും അവഗണിക്കുന്നതിന് പിന്നാലെയാണ് ഈ വെട്ടിച്ചുരുക്കൽ. നേരത്തെ പാലക്കാടിനെ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കേരളത്തിന് നിഷേധിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഒരു പ്രഹരം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വലിയ വരുമാന സ്രോതസ് അടയും. ഡിവിഷന്റെ ചരക്കു നീക്കത്തിൽ 90% മംഗളൂരു മേഖലയിൽ നിന്നാണ്. 2.25 കോടിയാണ് ഇപ്പോഴത്തെ പ്രതിദിന വരുമാനം. നഷ്ടത്തിന്റെ പേരിൽ പിന്നീട് പാലക്കാട് ഡിവിഷനെ പൂർണ്ണമായി തടയാനും ഇത് വഴിയൊരുക്കും. വരുമാനം കുറയുന്നതോടെ പുതിയ ട്രെയിനുകളും പാതകളും അനുവദിക്കുന്നതിലും വലിയ കുറവുണ്ടാകും. നിലവിൽ മംഗളൂരു തുറമുഖം വഴിയുള്ള ചരക്കുകടത്തിൽ വലിയ വരുമാനം ദക്ഷിണ റെയിൽവേക്ക് ലഭിച്ചിരുന്നു. ഇത് കർണാടകയിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഡിവിഷൻ വിഭജനം. ടിക്കറ്റ് വരുമാനത്തിൽ മുന്നിലുള്ള മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനുകൾ ദക്ഷിണ പശ്ചിമ സോണിലെ മൈസൂർ ഡിവിഷന്റെ ഭാഗമാകും. നിലവിൽ 100 കോടി രൂപ വരെ വരുമാനമുള്ള സ്റ്റേഷനുകളാണിത്. ന്യൂ മംഗളൂരു പോർട്ട്, മംഗളൂരു കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഉടുപ്പി റിഫൈനറി തുടങ്ങിയ വൻകിട കമ്പനികളെ ചരക്കു നീക്കം മംഗളൂരു സ്റ്റേഷനിലൂടെയാണ്. വൻതോതിൽ അയിരുകൾ, രാസവളങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ കയറ്റിയിറക്ക് പനമ്പൂർ ഗുഡ്സ് യാർഡിലാണ്. ചെന്നൈ, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വണ്ടികളുടെ പ്രധാന പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തുന്ന കോച്ച് ഡിപ്പോയും മംഗളൂരിലാണ്. കൊങ്കൺ റെയിൽവേയുമായി പാലക്കാട് ഡിവിഷന് ബന്ധം ഇതോടെ മുറിയുകയും ചെയ്യും. മംഗളൂരു ഭാഗത്തു നിന്നും കാസർഗോഡ് ജില്ലയിലേക്ക് പുതിയ ട്രെയിൻ സർവീസുകൾ, ഹാർട്ടുകൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഇനി 2 സോണുകളുടെ അനുമതി ആവശ്യമായി വരും. ഇത് നടപടി മന്ദഗതിയിലാക്കും. കണ്ണൂരിൽ അവസാനിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരത്തേക്ക് നീട്ടണമെങ്കിൽ ഇനി മൈസൂർ ഡിവിഷന്റെ അനുമതി കൂടി വേണ്ടിവരും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും കൊങ്കൺ റെയിൽവേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്നിവിടങ്ങളിലേക്കുള്ള വണ്ടികളുടെ കൈമാറ്റ കേന്ദ്രമായ തോക്കുപാടിൽ എന്നിവ മൈസൂർ ഡിവിഷന്റെ കീഴിലാകും. പാലക്കാട് ഡിവിഷൻ മൈസൂർ ഡിവിഷനിലേക്ക് വണ്ടികൾ കൈമാറുന്ന കേന്ദ്രം ഉള്ളാളാകും. കൊങ്കൺ റെയിൽവേയും ദക്ഷിണ റെയിൽവേയും തമ്മിലുള്ള ഡിവിഷണൽ സോണൽ അതിർത്തികൾ കൊങ്കൺ റെയിൽവേയും ദക്ഷിണ പശ്ചിമ റെയിൽവേയും തമ്മിലുള്ള ഡിവിഷണൽ സോണൽ അതിർത്തികളായി മാറുമെന്നും റെയിൽവേയുടെ ഉത്തരവിലുണ്ട്. AI സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്താൻ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ. AI സാങ്കേതിക വിദ്യ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടുത്താൻ ഹലോ ടു AI ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് AH റഹീം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. AI ഫോർ ഓൾ, പ്രോഗ്രസ് ഫോർ ഓൾ എന്ന ടാഗ് ലൈനോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെ നടക്കുന്ന ആദ്യഘട്ട ക്യാമ്പയിനിൽ 10 മുതൽ 15 വരെ വയസ്സുള്ളവരുള്ള വിദ്യാർത്ഥികളാണ് പങ്കാളികളാക്കുക. IIT, ബിറ്റ്സ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി AI രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രത്യേക സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ക്യാമ്പയിൻ നയിക്കാൻ AI മേഖലയിൽ നിന്നുമുള്ള 50ഓളം മെന്റേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100ഓളം ശില്പശാലകൾ നടത്തും. 2ാം ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കായും ശില്പശാല നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ഡിവൈഎഫ്ഐ ചിന്താ ജെറോം പ്രസിഡന്റ്, M വിജയൻ സെക്രട്ടറി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനെയും തൃശൂർ ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് R രാഹുലാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റ് R ശ്യാമ, V അനൂപ്, മുഹമ്മദ് അഫ്സൽ, P ഷബീർ, നിഖിൽ ബാബു, ജോയിന്റ് സെക്രട്ടറി ഗ്രീഷ്മ, അജയ് ഘോഷ്, രജീഷ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, K അനുശ്രീ. 92 അംഗ കമ്മിറ്റിയെയും 25 സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. വിദ്യാർത്ഥി യുവജന രംഗത്തെ
ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ നേതാവാണ് ചിന്ത ജെറോം. SFI പ്രവർത്തകയായി പൊതുജീവിതം ആരംഭിച്ചു. SFI കൊല്ലം ഏരിയ പ്രസിഡന്റ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2007-8 വർഷം കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നതിനിടെയാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത്. കൊല്ലം ഫാത്തിമ മത നാഷണൽ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി B.Ed പൂർത്തീകരിച്ച ശേഷം കേരള സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണം പൂർത്തീകരിച്ച് ഡോക്ടറേറ്റ് നേടി. UGC നെറ്റ് JRF യോഗ്യതകളുണ്ട്. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച M. വിജിൻ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ യുവനേതാവാണ്. ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്ന നിലകളിലും DYFI യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ട്രഷറർ തുടങ്ങിയ പദവികളും വഹിച്ചു. നിലവിൽ DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായും പയ്യന്നൂർ കോളേജ് യൂണിയൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 2021 മുതൽ കല്യാശ്ശേരി MLA ആണ്. പയ്യന്നൂർ കോളേജിൽ നിന്നും BSc ഫിസിക്സ് ബിരുദവും കാലടി സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ PGയും നേടി. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് R. രാഹുൽ 37 ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷൻ അംഗമാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. CPIM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി, SFI കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും LLBയും നേടി. സംസ്കൃത സർവകലാശാല യൂണിയൻ ചെയർമാനുമായിരുന്നു. എന്റെ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്. മകളോ കുടുംബമോ തെറ്റായ ഒരു ഏർപ്പാടും നിന്നിട്ടില്ല. പിണറായി. CMRL എക്സോലോജി കമ്പനിക്കെതിരായ കേസിൽ തന്റെ മകളായതുകൊണ്ട് വീണയ്ക്കെതിരെ വിചിത്രമായ നടപടിയാണ് ഉണ്ടാവുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. താനോ തന്റെ മകളോ കുടുംബമോ ഒരു ഹവാല ഏർപ്പാടിനും നിന്നിട്ടില്ല. തന്റെ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്. ഇനിയും അങ്ങനെയായിരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അനിശ്ചിതത്തോടെ വീണ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. EDയുടെ പത്രക്കുറിപ്പിൽ തന്റെ പേര് വന്നത് ഏതെങ്കിലും തരത്തിൽ തന്നിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിന്റെ ഭാഗമായാണ്. പിണറായി വിജയന് നേരെ എന്തുമാകാം എന്നാണോ എത്ര കാലമായി തുടങ്ങിയിട്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ തന്നിലേക്ക് എത്തിക്കാൻ നോക്കുന്നവരുണ്ട്. അതിൽ പ്രധാന മനോരമയാണ്. സാധാരണ നിലവിട്ട് ഇവർ പെരുമാറുന്നുണ്ട്. എവിടുന്നോ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ഈ പറയുന്ന പണം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറയുന്നത്. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലയെ ഉപയോഗിച്ചെന്ന് പറഞ്ഞത്? എങ്ങനെയാണ് മാമൻ മാത്യുവും നേതൃത്വം കൊടുക്കുന്ന മനോരമയ്ക്ക് ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ വാർത്ത സൃഷ്ടിക്കുകയാണ്. അതാണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും പിണറായി ചോദിച്ചു. ഡോക്ടർ MP പരമേശ്വർ കേരളീയ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തിയ മഹാനായ ദർശനികൻ MV ഗോവിന്ദൻ കേരളീയ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും പരിവർത്തനത്തിന് ദിശാബോധം നൽകുകയും ചെയ്ത മഹാനായ ദർശകനും പ്രയോക്താവുമായിരുന്നു ഡോക്ടർ MP പരമേശ്വരൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ MP പരമേശ്വർ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. 4ാം ലോകം സിദ്ധാന്തം മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിടുകയും പിന്നീട് CPMന് പുറത്താക്കുകയും ചെയ്തെങ്കിലും മരണം വരെ ഉത്തമമായ കമ്മ്യൂണിസ്റ്റ് ബോധം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുമുള്ള ആത്മബന്ധം അവസാന നാളുകൾ വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കണ്ണൂർ IAM ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ പ്രസിഡന്റ് KT രാധാകൃഷ്ണൻ MPയും വരിഷത്വം എന്നിവ വിഷയത്തിൽ സംസാരിച്ചു. KPCC മെമ്പർ സുരേഷ് ബാബു ഇളയാവൂർ, CPM നേതാവ് പ്രദീപ്, മുൻ MLA ജെയിംസ് മാത്യു, പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ, പുഗാസ സെക്രട്ടറി MK മനോഹരൻ, പരിഷത്ത് ജനറൽ സെക്രട്ടറി V മനോജ് കുമാർ, ജില്ലാ പ്രസിഡന്റ് P ജയശ്രീ, സെക്രട്ടറി ബിജു
നെടുവല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. കേരള സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും സാമൂഹികമായ ഇടപെടലുകളെയും പുതിയ കാലത്തിന്റെ വെല്ലുവിളികളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തി വേദി അനുസ്മരണ സമ്മേളനം മാറി. എം പി കുറിച്ചുള്ള ഡോക്യുമെന്ററിയും അവതരിപ്പിച്ചു. ഈ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്ക് നാടിന്റെ സ്നേഹധാരം. കൗതുക വസ്തു നിർമ്മാണ വിദഗ്ധനും പാവകളി ആർട്ടിസ്റ്റും ശാസ്ത്രപ്രവചകനുമായ കുഞ്ചൽക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാവിലായിലെ ഈ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്ക് നാടിന്റെ സ്നേഹാദരം നൽകി. മാവിലായി AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് വെച്ച് നടന്ന സ്നേഹസംഘം പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ N. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി V. മനോജ് കുമാർ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് കേന്ദ്ര കമ്മിറ്റി നിർവാഹക സമിതി അംഗം KT രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശശിധരൻ മണിയൂർ, VA രാമാനുജൻ, കമല സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PV ജയശ്രീ ടീച്ചർ, കേന്ദ്ര നിർവാഹക സമിതി അംഗം ധന്യറാം തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി. പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് OM ശങ്കരൻ, സംസ്ഥാന ജനറൽ ട്രഷറർ വിനോദ് കുമാർ, ജില്ലാ സെക്രട്ടറി ബിജു നെടുവല്ലൂർ, മേഖലാ പ്രസിഡന്റ് K. രവീന്ദ്രൻ, മേഖലാ ട്രഷറർ സതീഷ് ശ്രീമന്ദിരം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. ഓണം പടിവാതിക്കൽ. 3 മാസം പെൻഷൻ കുടിശ്ശിക, പ്രവാസികളുടെ അവകാശം നിഷേധിക്കുക, സർക്കാർ നയം അവസാനിപ്പിക്കുക, ആഘോഷ നാളുകളിൽ അമിതമായ വിമാന ടിക്കറ്റ് ചാർജ് വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് മുൻ MP KK രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ മഹിമീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP അബൂബക്കർ, സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സുകുമാരൻ, TK രാജീവൻ, പ്രശാന്ത് കുമാർ B എന്നിവർ സംസാരിച്ചു. ബിരുദം മാത്രമല്ല ഉത്തരവാദിത്തവും 311 യുവ എഞ്ചിനീയർമാർ പുതിയ ദൗത്യത്തിലേക്ക്. കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2026 ബാച്ചിന്റെ ബിരുദദാനം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന. വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ 311 വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതിൽ 250 BTech, 58 MTech, 3 PhD ബിരുദധാരികൾക്കാണുള്ളത്. IIT ബോംബെ മുൻ ഡയറക്ടറും മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനുമായ പ്രൊഫസർ സുഭാഷീസ് ചൗധരി മുഖ്യാതിഥിയായി. മെഡിക്കൽ ഓഫ് ഓണർ, സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ്, ബിരുദാനന്തര ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ അദ്ദേഹം വിതരണം ചെയ്തു. കോളേജിന്റെ 2ാം ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും തിരുവനന്തപുരം ഓർഗനൈസ് ലാബ് സ്ഥാപകനുമായ എഞ്ചിനീയർ സുധീർ കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 52, BTechൽ 28, MTech 28, 1 PhD ഉൾപ്പെടെ 89 പേര്. 39 BTech ഉൾപ്പെടെ 43 പേരും ബിരുദം നേടി. MTech 2 PhD ഉൾപ്പെടെ 53 പേരും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 60 BTech, 13 MTech ഉൾപ്പെടെ 73 പേര്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ശ്രീകുമാർ സ്വാഗതവും ഗ്രാജുവേഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ A. രഞ്ജിത് റാം നന്ദിയും പറഞ്ഞു. ബിരുദധാരികളെ പ്രതിനിധീകരിച്ച് റിഷാന റഹ്മാൻ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ബഡ്സ് സ്കൂൾ ബാൻഡ് സെറ്റ് വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചു ജില്ലയിലെ 14 ബഡ്സ് സ്കൂളുകൾക്ക് ബാൻഡ് സെറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T. ഷബ്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി അണശ്ശേരിയിൽ, പ്രദീപൻ, P. രവീന്ദ്രൻ, രജനി മോഹൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ലേജു ജയദേവൻ, പ്രസന്ന ജേസൺ, കാരക്കാട്ട് പവിത്രൻ, നവ്യ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PT പ്രസാദ്, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. വിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ KSRTCയുടെ പുതിയ ബസ് തിങ്കളാഴ്ച രാവിലെ മുതൽ സർവീസ് നടത്തും. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച KSRTC ബസ് തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തും. സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 8:30 താഴെച്ചൊവ്വയിൽ വെച്ച് TO മോഹനൻ MLA നിർവഹിക്കും. എല്ലാ ദിവസവും രാവിലെ 6:45 KSRTC കണ്ണൂർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് ജില്ലാ ആശുപത്രി, എളയാവൂർ അമ്പലം, മുണ്ടിയാട്, പള്ളിപ്പുറം മേലെ ചൊവ്വ, താഴെ ചൊവ്വ, കാപ്പാട്, കാനിരോട്, തലമുണ്ട, വലിയന്നൂർ, മുണ്ടേരിമുട്ട, കുടിക്കുമുട്ട, ചക്കരക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ബസ് കടന്നു പോകും. ഇതോടൊപ്പം ചാലോട്, പറശ്ശിനി, തലശ്ശേരി എന്നിവിടങ്ങളിലേക്കും ഈ ബസ് സർവീസ് നടത്തുന്നതാണ്. ഓണവാരാഘോഷം വിളംബര ഘോഷയാത്ര നടത്തി. കേരള ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 ആരംഭിക്കുന്ന ഓണം വാരാഘോഷ വരവറിയിച്ചു കണ്ണൂർ നഗരത്തിൽ വർണ്ണവമായ വിളംബര ഘോഷയാത്ര നടന്നു. TO മോഹനൻ MLA, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് ലിഷ ദീപക്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ റിജിൽ മക്കുറ്റി, ലീഡ് ബാങ്ക് മാനേജർ രഞ്ജിത്ത് KS, TPC സെക്രട്ടറി TV പ്രഭ, ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ KP തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് വാരാഘോഷ വേദിയായ കളക്ടറേറ്റ് മൈതാനിയിലാണ് സമാപിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും അണിനിരുന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരന്മാർ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവ അരങ്ങേറി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.